ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഋഗ്വേദിക്കാട്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ച് നമ്മൾ 2 പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. 7-Upൻ്റെ 2.5 ലിറ്റർ 7-Up വരുന്ന ഒരു ബോട്ടിൽ 2 ബോട്ടിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് അടിപൊളിയായിട്ടില്ല, കാരണം അധികം ആരും ചെയ്യാത്ത ടൈപ്പ് ഒരു ഇൻഡോർ പ്ലാന്റ് പോട്ടാണ്. 2 പ്ലാന്റ് പോട്ട് നമ്മൾ ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ്, വെറൈറ്റിയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടിൽ 2 കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിൽ നിന്നും താഴെ നിന്നായിട്ട് 2 പീസ് വീതം, അങ്ങനെ 2 ബോട്ടിലിൽ നിന്ന് മൊത്തം 4 പീസാണ് നമ്മുടെ ഒരു പോട്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ 4 പീസും കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ആ കട്ട് ചെയ്തെടുത്ത ഒരു കുപ്പിയുടെ മുകളിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ഒരു പീസ് കുപ്പിയുടെ അടിഭാഗത്തായിട്ടൊന്ന് ഫിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ഇതുപോലെ അടപ്പടയ്ക്കുന്ന ഒരു ഭാഗം 2ാമത്തെ പീസിന് അതിൻ്റെ അടിയിൽ വെച്ചിട്ട് കൃത്യം നടുക്കായിട്ട് തന്നെ ഒരു റൗണ്ട് ഷേപ്പ് ഇതുപോലെ ഒരു മാർക്കർ പെൻ വെച്ചിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം ആദ്യം. അപ്പോൾ ഇനി നമ്മൾ മാർക്ക് ചെയ്തെടുത്ത് അത്രയും ഏരിയ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണ്ട, ഒരു റൗണ്ട് ഷേപ്പ് മൊത്തം. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് സ്റ്റീലിൻ്റെ ഒരു പൈപ്പാണ്. അപ്പോൾ നല്ലപോലെ ചൂടാക്കിയിട്ട് നമുക്ക് അത്രയും ഏരിയ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല കട്ടിയുള്ള ഭാഗമാണ് ഇത്. കുപ്പിയുടെ അടിവശമൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാമല്ലോ, നല്ല കട്ടിയുണ്ട്. കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പൈപ്പ് കറക്റ്റായിട്ട് കിട്ടിയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതല്ലെങ്കിൽ എല്ലാവർക്കും പൈപ്പൊന്നും കിട്ടിയെന്ന് വരില്ല. ഇതല്ലെങ്കിൽ നൈഫ് നല്ലപോലെ ചൂടാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ, നല്ല കട്ട് ചെയ്തെടുത്താലും മതി. ഇനി നമുക്കിത് ഇതുപോലെ 2 തമ്മിലൊന്ന് കണക്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ അടപ്പെടുത്തിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതങ്ങനെ ഒരു പാത നല്ല ടൈറ്റായിട്ട് തന്നെ അവിടെ ഇരുന്നോളൂ. അങ്ങനെ നമ്മൾ 2 നല്ല അടിപൊളിയായിട്ട് തന്നെ, മനസ്സിലായില്ല. അപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ കുറച്ച് 10 രൂപയുടെ ജ്യൂസൊക്കെ വരുന്ന കുപ്പി നമ്മൾ മൊത്തം 8 എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഒരു അടപ്പൊക്കെ വരുന്ന ഒരു ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ചെയ്ത ഒരു 2 ബോട്ടിൽ നമുക്കൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തേക്കുന്ന വാൾപുട്ടിയാണ് കേട്ടോ. അപ്പോൾ വാൾപുട്ടി ആവശ്യത്തിന് എടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന അതേ പരുവത്തിൽ നമുക്ക് വെള്ളം ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ, എന്നാൽ ലേശം കട്ടിക്ക് നമുക്കൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഒരു പൈപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എണ്ണ തടവാറില്ല, അതുപോലെ തന്നെ കുറച്ച് ഈ പുട്ടിയൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് എണ്ണയൊന്ന് തടവിയിട്ട് തന്നെ പരത്തിയെടുക്കാം നമുക്ക്. ഇനി ഇത് മൊത്തം നമുക്ക് ആ ഒരു പുട്ടി വെച്ചിട്ട് 2 ബോട്ടിലൊന്ന് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് മാത്രം പുട്ടിയെടുത്ത് കുഴച്ചെടുത്താൽ കേട്ടോ. ഒരു ബോട്ടിൽ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1 കിലോ പുട്ടിയാണ് വേണ്ടത്. അങ്ങനെ ആദ്യം 1 കിലോ മാത്രം ഒന്ന് കുഴച്ചെടുത്തിട്ട് ഒരു പോട്ട് ചെയ്തിട്ട് രണ്ടാമത് വീണ്ടും ചെയ്തെടുത്താൽ കേട്ടോ. അല്ലെ പിന്നെ കുറേ ടൈമൊക്കെ ഇരുന്ന് ചിലപ്പോൾ ഒരു പുട്ടിയൊക്കെ ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്, വെറുതെ വേസ്റ്റ് ആയി പോകുള്ളൂ. പിന്നെ വർക്ക് ചെയ്ത് പരിചയമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്പീഡിലൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരുമിച്ച് ചെയ്തോട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് 2 കവർ ചെയ്തെടുക്കാൻ നമുക്ക് 2 കിലോ പുട്ടി വേണം. ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കാനുള്ള ഒരു അളവാണ് ഞാൻ പറഞ്ഞത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് വീണ്ടും വർക്കൊക്കെ ചെയ്യുന്നുണ്ട് പുട്ടി വെച്ചിട്ട് തന്നെ. അപ്പോൾ ടോട്ടൽ എത്ര വേണമെന്ന് ഞാനൊരു വർക്ക് കഴിയുമ്പോൾ തന്നെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മൾ 2 ബോട്ടിലും കവർ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ല. ഏകദേശം നമ്മൾ ഒരേ ലെവലിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി തീരെ ലെവലായില്ലെങ്കിൽ നമുക്ക് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് പേപ്പർ പിടിച്ച് ലെവലാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഒരു ചെറിയ ബോട്ടിലില്ലേ, അപ്പോൾ അത് നമുക്ക് വീണ്ടും ആ 8 പീസ് നമുക്ക് പുട്ടി വെച്ചിട്ട് ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ കയ്യിൽ ലേശം ഒന്ന് വെള്ളം തൊട്ടിട്ട് ചെയ്താൽ കേട്ടോ. അല്ല പിന്നെ ഒരു പുട്ടിയൊക്കെ കയ്യിൽ ചിലപ്പോൾ ഒട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ മൊത്തം ഒന്ന് കവർ ചെയ്തെടുത്തിട്ട് പുട്ടിയൊക്കെ നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി കിട്ടുന്നവരെ നമുക്ക് ഏകദേശം ഒരു 12 മണിക്കൂറെങ്കിലും എടുത്തിട്ടൊന്ന് റെസ്റ്റിൽ വെക്കണം.
അപ്പോൾ നമ്മുടെ പുട്ടിയൊക്കെ നല്ല രീതിക്ക് തന്നെ സെറ്റായിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ സാൻഡ് പേപ്പർ പിടിച്ചിട്ട് നല്ലപോലെ ലെവലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അത് മൊത്തമായിട്ടും. പിന്നെ ഇതിൽ 4 സ്പോട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതുപോലെ അതിൻ്റെ മുകളിലും താഴെയായിട്ട്. അപ്പോൾ അവിടെ നമുക്ക് 4 ഹോൾസ് വീതം റെഡിയാക്കി എടുക്കണം. അവിടെ ജസ്റ്റ് ഒന്ന് നീഡിൽ വെച്ചിട്ടൊന്ന് കുഴി പോലെ ആക്കിയിട്ട് നമുക്കൊരു കമ്പി നല്ലപോലെ ചൂടാക്കി എല്ലാ ഹോൾസും റെഡിയാക്കി എടുക്കാം. കണ്ട അപ്പോൾ നമ്മൾ 4 ഹോൾസ് വീതം 2 പോട്ടിലും ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലും താഴെയായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് ചെയ്തപ്പോൾ ലേശം ഇവിടുന്ന് പൊട്ടി ഇളകിപ്പോട്ടോ. അപ്പോൾ ഈ ഒരു ഹോൾസൊക്കെ ഇടുന്ന ഒരു പുട്ടി ഉണങ്ങുന്നതിന് മുന്നേ ഇടണ്ടായിരുന്നു. ഇപ്പോൾ സാരിൽ നമുക്ക് ലാസ്റ്റ് ഒരു പുട്ടി വെച്ചിട്ട് തന്നെ അവിടെ അടച്ചെടുക്കാം. അപ്പോൾ വീണ്ടും നമ്മൾ പഴയ പോലെ പുട്ടി ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഹെയർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറയാൻ വിട്ടു, നമ്മൾ 2 ഡോളിൻ്റെ ഷേപ്പിലുള്ള പോട്ട്സാണ് ചെയ്യുന്നത്. ഒരു ബോയ് ഒരു ഗേളും ആണ് കേട്ടോ. അപ്പോൾ ഇനിയാണ് നമ്മൾ ഇതിൻ്റെ ഫേസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഹെയർ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബോയുടെ ഹെയർ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തു. നെക്സ്റ്റ് ഗേളിൻ്റെ ഹെയർ ആണ് നമ്മൾ ചെയ്യുന്നത്. അതിന് ചെറിയൊരു വ്യത്യാസമുള്ളൂ, കുറച്ച് ലോങ് ആയിട്ടാണ് വരുന്നത്. ഒരു ബാഗിലൊരു ടെയിൽ പോലെയാണ് വരുന്നത്. ബാക്കി ഫ്രണ്ടൊക്കെ സെയിം തന്നെ കേട്ടോ, ഒരു ബോയുടെ പോലെ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ ഒരു ഹെയറിൻ്റെ ഒരു ലൈൻസൊക്കെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇതുപോലത്തെ ഒരു നൈഫ് വെച്ചിട്ട് പതുക്കെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു ഹെയറിൻ്റെ ഷേപ്പിൽ അതുപോലെ തന്നെ ആയിട്ട് കിട്ടും നമുക്ക്. ഇനി നമുക്ക് ഇവരുടെ ഫേസ് കൂടെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ 2ൻ്റെ ഫേസ് നല്ലപോലെ ഒന്ന് ഡീറ്റെയിൽ ചെയ്തെടുക്കണം. ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ അതിൻ്റെ ഫേസിൽ. അപ്പോൾ നിങ്ങൾക്കത് ഞാൻ ഈ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതുവരെ ചെയ്ത അത്രയും നല്ലപോലെ ഒന്ന് ഡ്രൈ ആവുന്നവരെ നമുക്ക് ഒരു ദിവസത്തോടെ എടുത്തിട്ടൊന്ന് റെസ്റ്റിൽ വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പുട്ടിയൊക്കെ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒന്നുകൂടെ സാൻഡ് പേപ്പർ പിടിച്ച് മൊത്തത്തിൽ ഒന്നുകൂടെ ഒന്ന് സ്മൂത്ത് ആക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉടുപ്പൊക്കെ ഇടിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പുട്ടി വെച്ചിട്ട് തന്നെ കണ്ടില്ല, ജസ്റ്റ് തിന്നായിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് കാണിക്കാത്ത നമ്മുടെ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടിപ്പോകും. അപ്പോൾ അതാണ്. പിന്നെ നിങ്ങൾക്കിത് കണ്ടിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ബോർഡിൽ നമ്മൾ പുട്ടി വെച്ച് ചെയ്തതിൻ്റെ മുകളിൽ അതിൻ്റെ താഴെയായിട്ട് ചെടിച്ചട്ടി പോലെ തോന്നിക്കുന്ന വിധത്തിൽ നമ്മൾ പുട്ടി വെച്ചിട്ട് ഒരു ബോർഡർ പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാത്തിൻ്റെയും ബാക്കിലായിട്ട് നമ്മൾ ഇതുപോലെ ചെറിയൊരു ഹോൾസോടെ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതെല്ലാം വൈറ്റ് കളർ അക്കറിലേക്ക് വെച്ചിട്ട് ആദ്യം ഒരു ബേസ് കോട്ട് എല്ലാത്തിനും ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ബേസ് കോട്ടൊക്കെ തുടങ്ങിയിട്ട് നമ്മളിതിൻ്റെ ഫേസ് ആയിട്ട് ആദ്യം കളർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കളറാണ് നമ്മൾ ചെയ്യുന്നത്. വൈറ്റ് കളറിൻ്റെ കൂടെ പൊടിക്കുന്ന യെല്ലോയും റെഡോടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയെടുത്താണ് ഈ ഒരു കളർ. അപ്പോൾ ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഡയറക്റ്റ് ഈ ഒരു കളർ തന്നെ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ. അക്കറിലേക്ക് തന്നെയാണ്, ഫ്ലഷ് ടിൻ്റ് എന്നാണ് ഒരു കളറിൻ്റെ പേര് വരുന്നത്. അപ്പോൾ കണ്ണിൻ്റെ ഏരിയ മാത്രം വൈറ്റ് കളർ അവിടെ നിർത്തിയിട്ട് ബാക്കി ഫേസ് മൊത്തം ഈ ഒരു കളർ അപ്ലൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇവരുടെ ഡ്രസ്സ് ഒന്ന് അടുത്തായിട്ടൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ ബോയുടെ ഡ്രസ്സാണ് ചെയ്യുന്നത്. ഒരു ലൈറ്റ് ബ്ലൂ കളറായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു നമുക്ക് ഈ ഒരു സൈസിലുള്ള പോട്ട് ചെയ്യാനായിട്ട് മൊത്തം നമുക്ക് വേണ്ടി വന്നത് ഏകദേശം ഒരു 3 കിലോയോളം പുട്ടിയാട്ടോ. ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടി വന്നത്. അപ്പോൾ അടുത്തായിട്ട് നമുക്കിനി ഗേളിൻ്റെ ഉടുപ്പിന് ഒരു പിങ്ക് കളർ കൊടുക്കാം കേട്ടോ. അപ്പോൾ കളറൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കളർ തന്നെ, ഞാൻ ഈ ചെയ്യുന്ന കളർ തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള ഏതെങ്കിലും കളറൊക്കെ കൊടുത്താലും മതി. അങ്ങനെ അവരുടെ ഒരു ഹെയർ ഒക്കെ ഒന്ന് കളർ ചെയ്തെടുത്തിട്ട് എല്ലാം ഉണങ്ങിയതിന് ശേഷം ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് അവരുടെ ഒരു ഫേസിൽ വരുന്ന ഡീറ്റെയിൽസൊക്കെ, അതിൻ്റെ കണ്ണും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വരച്ചെടുക്കാം.
അങ്ങനെ നമ്മൾ പെയിൻറ്റിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്തെടുത്തു. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ചെറിയ ബോട്ടിനൊക്കെ നമ്മൾ ആ ഒരു ഡോൾസിനൊക്കെ കൊടുത്ത് അതേ കളേഴ്സ് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, ആ ഒരു കോമ്പിനേഷൻ. ഇനി ഇതുപോലത്തെ ഒരു കോട്ടൺ ത്രെഡ് എടുത്തിട്ട് ആ ഒരു ഹോളിലേക്ക് നമ്മൾ ചെയ്ത ഒരു ഹോളിലേക്ക് എല്ലാം അത് കോർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഉദ്ദേശിച്ചേക്കണ അവരുടെ ഒരു കയ്യും കാലൊക്കെ ആയിട്ടാണ്. അപ്പം ഇതോടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വർക്ക് കംപ്ലീറ്റ് ആയെന്ന് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കിത് ഇൻഡോർ പോട്ടായിട്ടും ഔട്ട്ഡോർ പോട്ടായിട്ടും അതുപോലെ തന്നെ ഫ്ലവർ വേസ് ആയിട്ടും ഷോ പീസായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് ഒന്നും തൽക്കാലം ഇല്ലാത്തതുകൊണ്ടാണ് അത് വെക്കുന്നതെന്ന് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ നമ്മുടെ ഒരു വർക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ മടിക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്ത് തരാം. അപ്പോൾ ഇതുപോലത്തെയുള്ള അടിപൊളി വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.